ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്. അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ. പക്ഷേ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്. കാപ്പി കുടിക്കാം. കോളടിച്ചില്ലടാ, ഉഗ്രം കുട്ടി. ഇതൊത്ത് എനിക്കിഷ്ടമായി. എനിക്കിഷ്ടായി. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. ബിസ്ക്കറ്റോ പെണ്ണോ? രണ്ടും. എന്നാ നമുക്കിനി താമസിപ്പിക്കണ്ട. വരുന്ന ചിങ്ങത്തില് കല്യാണം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളവും ഇളകും. നാട്ടുകാർ മുഴുവൻ കല്യാണത്തിനുണ്ടാവും. ഒരു വിരോധവും ഇല്ല. നമുക്ക് കെങ്കേമാക്കാം. അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാം. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം. ഇവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങൾക്ക് മുമ്പേ. ഞാൻ എന്താ സംസാരിക്കേണ്ടത്? സുഖമാണല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടല്ലോ, കല്യാണം ചിങ്ങത്തിൽ നടത്താലോ. ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും എനിക്കങ്ങോട്ട് ബോധിച്ചില്ല. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടാന്ന് ഞാൻ പറയണത്. ഓമനക്കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഓമനക്കുട്ടിക്കോ? ക്ഷമിക്കണം, ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടല്ല, ഞാൻ മറ്റൊരാളുമായി സ്നേഹത്തില. വീട്ടുകാരറിഞ്ഞിട്ടില്ല. അദ്ദേഹം ബോംബെയില. കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ പോയത്. വന്നിട്ട് വേണം വീട്ടുകാരോട് പറയാൻ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവും. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ മനസ്സുള്ള ആളല്ലേ. ജീവിക്കാൻ കൊതിയുള്ള ഒരു പെൺകുട്ടിയുടെ അപേക്ഷ. എന്നെ കണ്ണീര് കുടിപ്പിക്കരുത്. ഈ കല്യാണം ഒന്നും മുടക്കി തരണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. അരുത്, കാല് പിടിക്കരുത്. കരയരുത്, കരയരുത്. സാറില്ല കുട്ടി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ പറ്റൂ. പേടിക്കണ്ട, ഞാനിത് മുടക്കിത്തരാം. സദ്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ ചോദ്യമില്ല. അപാര കൈപ്പുണ്യമുള്ള ആളല്ലേ. അതോട്ടാ പണിയാ, വാ പോവാം. എന്താ പുട്ടാ? എനിക്ക് പെണ്ണിന് ഇഷ്ടായില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് എനിക്ക് ഇഷ്ടായിരുന്നു? അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ. അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കമുണ്ടല്ലോ. അതുപോലെ മാത്രമല്ല, പെണ്ണിന് നിറവുമില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. വാ. ചീത്ത വിളിക്കരുത്. എന്താണ് തോന്നിയാസം കാണിക്കാ? നീ ഞങ്ങളെ നാട്ടിൽ തന്നെ ഉദ്ദേശം? ബഹളം ഉണ്ടാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ. അവിടെ ഒരു കുട്ടിയുണ്ട്. പുലിപ്പറമ്പല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെയെങ്കിലും ബ്രോക്കർ പണി നടന്നാൽ മതിയല്ലോ. നിന്നോടൊപ്പം ഉള്ള പെണ്ണ് കാണാൻ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു. പറയണ, എന്താണ് ആ പെണ്ണിന് കുഴപ്പം? കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ നീ അലിഞ്ഞു. പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? പാപമല്ലേ. നല്ലൊരു കുട്ടിയായിരുന്നു. യോഗമില്ലടാ പുട്ടാ നിനക്ക്. അപ്പൂട്ടാ, ആ കല്യാണം മുടങ്ങിയല്ലേ? അമ്മേ, അത് അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ നിന്റെ ഉള്ളലിഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെയാടാ നീ ഒരു പെണ്ണ് കെട്ടുക? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ. വിഷമിക്കണ്ട. ഭാര്യ കോരി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഒരു മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് കയറി വരും. അത് കണ്ടാലേ ഈ അമ്മയ്ക്ക് ആത്മശാന്തി കിട്ടും. അമ്മേ, അമ്മേ.
റോഡ് വെട്ടിന്റെ ഉദ്ഘാടന ചുമതല എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ്. അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുമാരേട്ടൻ മുമ്പോട്ട് വന്നേ. പറിച്ചു വെച്ച് കൊടുക്കാൻ പറ്റേ? പത്രത്തിൽ ഫോട്ടോ വാർത്തയൊക്കെ വരണ്ടേ? ഈ സ്വല എവിടെ? ഈ സ്വല എവിടെ പോയി കിടക്കുന്നത്? സ്വന്തം ലേഖകനെത്തി, സ്വന്തം ലേഖകനെത്തി. ആ ഉദ്ഘാടന പ്രസംഗം ഒന്നുകൂടാകട്ടെ. വേണ്ട, നീ ഫോട്ടോ എടുത്താൽ മതി. അപ്പൂട്ടാ ആ മമ്മൂട്ടി ഒന്നുകൂടെ വാങ്ങിട്ട് കൊടുക്കും. അപ്പൂട്ടാ ഒന്ന് തിരിച്ചേ. കുമാരേട്ടാ ഒന്ന് വികാര നിർഭരനായി നിന്നേ. കുമാരേട്ടാ അടി വയറ്റിന്ന് മോശം കേറി മുഖത്ത് വരട്ടെ. ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക. ഇയാളെന്താ വല്ല മമ്മൂട്ടിയ മോഹൻലാലാണോ? പകൽ അഞ്ചോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഉണ്ടാവൂ. താൻ ഫോട്ടോ എടുക്കണോ? എന്നാ തുടങ്ങിക്കോ. വരട്ടെ, റോഡ് വെട്ടാൻ വരട്ടെ. അച്യുതൻ നമ്പ്യാരുടെ പറമ്പിൽ കൂടി റോഡ് ഓട്ടാൻ പാടില്ല കൽപ്പന. ആരുടെ കൽപ്പന? കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ കൽപ്പന. സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതാ. ഞങ്ങൾ റോഡ് വെട്ടും. തടയാൻ ധൈര്യമുള്ളവൻ തടയടാ. എവിടാ നിന്റെയൊക്കെ കോഴിക്കടൻ? പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൂട്ടാ? കല്യാണക്കാരൊക്കെ ഉടമ്പടിയായി. കടുവാശ്ശേരിലെ പെണ്ണുങ്ങളെല്ലാം കലങ്ങെന്ന് കേട്ടല്ലോ. ചേട്ടാ ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ജനസമ്മതി ഉണ്ടായിട്ടും ഇവനെന്താ പെണ്ണ് കിട്ടാത്തത്? ഇനി എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? അതിന് കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർക്ക് എങ്ങാണ്ടെന്നും തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പാച്ചാളം തങ്കമ്മയില് പെമ്മക്കളൊന്നും ഇല്ലല്ലോ. അല്ല പൂട്ടാ, നമ്മൾ തമ്മിലൊരു വാക്കേറ്റം വേണ്ട. എന്റെ പ്രവൃത്തിക്കുള്ള റോഡ് വിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലേ? അതന്ന് അതേ മന്ത്രി തന്നെയാണ് സ്വന്തം ആൾക്കാർ ഉപയോഗിച്ച് വോട്ട് തിരിമറി നടത്തി എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ജയിച്ചത്. അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടില്ലേ? നിർത്ത അപ്പുട്ടാ, എന്തിനെത്ര തിടുക്കത്തിൽ ഇവിടെ റോഡ് വെട്ടേണ്ട ആവശ്യം? നമ്പ്യാർക്കറിയാലോ, താമരക്കുളത്തുകാർക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് പോകേണ്ടത് വട്ടക്കുഴി കവല വഴിയാ. ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന 8 കിലോമീറ്ററോളം വണ്ടി ഓടണ്ട നമ്പ്യാര്. ഈ റോഡ് വന്നാൽ അത് എളുപ്പമാവില്ലേ? നീ ഒരു പെണ്ണ് കെട്ടി അവള് ഗർഭിണിയായി അവക്ക് പ്രസവവേദന വരുമ്പോഴല്ലേ അത് അപ്പ നോക്കിയാ പോരാ പൂട്ടാ. ഈ റോഡ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി തന്റെ സമ്മതം ഒന്നും വേണ്ട. നോക്കി നിൽക്കാതെ കയറി വിട്ടടാ.